Alexa, what's your name? My name is Alexa. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അലക്സ എക്കോ ഇൻപുട്ട് പോർട്ടബിൾ എഡിഷൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ബോക്സിൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെയായിട്ട് ആമസോണിൻ്റെ ഒരു ആരോ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നമുക്ക് ഈ ഒരു ബോർഡ് ഇവിടുന്ന് മാറ്റാം. ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഡിവൈസ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിന് കൂടെ ആയിട്ട് നമുക്ക് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ളൊരു LED ബൾബ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ മാനുവലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ആമസോണിൻ്റെ ഒരു ചാർജർ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയായി അതിൻ്റെ ഒരു USB കേബിളും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു എക്കോ ഇൻപുട്ടിൻ്റെ യൂസർ മാനുവൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിൽ തന്നെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യാം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ. ഓക്കെ, നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. നല്ല രീതിയിലുള്ളൊരു കവറിങ്ങിലാണ് നമുക്ക് ഈ ഒരു എക്കോ ഇൻപുട്ട് ബോക്സിലായി തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൈക്രോ USB കേബിളാണ് നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 മൈക്കാണ് വരുന്നത്. 4 ഭാഗത്തായിട്ട് 4 മൈക്ക് വരുന്നുണ്ട്. ഒരു ആക്ഷൻ സെറ്റപ്പ് ബട്ടനും അതുപോലെ തന്നെ ഒരു സൈലൻറ്റ് മോഡ് ബട്ടനും സെൻട്രലായിട്ടൊരു LED കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള പവർ ബട്ടനും വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇനി ബിൽഡ് ക്വാളിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിൻ്റെ യൂസർ മാനുവൽ ചെക്ക് ചെയ്യാം. യൂസർ മാനുവലിൽ ഇതിൻ്റെ ഓരോ ബട്ടൻ്റെ ഫങ്ഷനുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യേണ്ട രീതി, അതുപോലെ തന്നെ ഇതെങ്ങനെ മൊബൈലിൽ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ആ ഒരു വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള LED ബൾബിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ QR കോഡ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററി സെറ്റപ്പ് പറയുകയാണെങ്കിൽ 4800 mAh ഒരു ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് നമുക്ക് 10 ഹവേഴ്സിൻ്റെ മ്യൂസിക് പ്ലേബാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഹോട്ട്സ്പോട്ട് ഇൻ്റർനെറ്റ് വേണം. പിന്നെ നമുക്കിത് ഓൺ ചെയ്ത് ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആമസോൺ അലക്സ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നമുക്ക് iOSലും അവൈലബിൾ ആണ്. ഞാനിവിടെ ജസ്റ്റ് iOSൽ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. നിങ്ങൾ ലോഗിൻ ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് ആഡ് ഡിവൈസ് എന്നുള്ള ബട്ടൺ കാണാൻ കഴിയും. അവിടെ ആമസോൺ എക്കോ അതുപോലെ തന്നെ ലൈറ്റ് പ്ലഗ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആമസോൺ എക്കോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുക. അലക്സ, വാട്ട്സ് യുവർ നെയിം? My name is Alexa. नाम तो सुना होगा. നല്ല രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന് ഹോട്ട്സ്പോട്ട് ഇൻ്റർനെറ്റ് വേണം. അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് മുഖേന ഇത് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അലക്സ, കണക്ട് മൈ ബ്ലൂടൂത്ത്. Searching. Alexa, stop. Alexa, disconnect my device. Now disconnected from Redmi. Alexa, what is your age? I was released in America on the 6th of November 2014.
അടുത്തതായിട്ട് നമുക്കിതിൽ വയർലെസ് FM റേഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ റേഡിയോ ഓൺ ചെയ്യാൻ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. അലക്സ ഓപ്പൺ റേഡിയോ. Playing the live broadcast of All India Radio Malayalam. By the way, when the station is playing, you can say next or previous to go to another station. അപ്പോൾ റേഡിയോ ഞാൻ കാണിച്ചു തരാത്ത എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ തരാനും പിന്നെ നമ്മൾ പറയുന്ന ഏത് പാട്ട് പ്ലേ ചെയ്യാനും ഇതിന് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് നമ്മുടെ കൂടെ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ, ലിവിങ് റൂമിൽ, അതുപോലെ തന്നെ എവിടെയും നമുക്ക് നമ്മുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. അലക്സ പ്ലീസ് ഓഫ് ദ ലൈറ്റ്. Okay.